ഒരു കോട്ട് കൊണ്ട് തന്നെ അങ്ങ് തുടങ്ങാമല്ലേ. ലൈഫ് മൂവ്സ് പ്രിറ്റി ഫാസ്റ്റ്. ഇഫ് യു ഡോണ്ട് സ്റ്റോപ്പ് ആൻഡ് ലുക്ക് അറൗണ്ട് വൺസ് ഇൻ എ വൈൽ യു മൈറ്റ് മിസ് ഇറ്റ്. ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന മെറ്റീരിയൽസിനെ പറ്റിയുള്ളതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലൊക്കെ ചോദിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതൊക്കെയാണ് ഞാൻ ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്. ഇതിലെല്ലാം ഞാൻ ഒരുമിച്ച് ഉപയോഗിക്കാറില്ല, എന്നാലും സെലക്റ്റീവായിട്ടാണ് ഞാൻ ഇപ്പോൾ പഠിക്കുന്നത്. നമുക്കറിയാം, ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാംസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു PSC സോഴ്സ് ഫൈൻഡർ എന്ന ബുക്കാണ്. പക്ഷേ ഞാൻ ഇത് അധികം ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ തന്നെ മുമ്പ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ബുക്കുണ്ട്. അത് ലക്ഷ്യയുടെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുള്ള ബുക്കാണ്. പക്ഷേ ഞാൻ മെയിനായിട്ട് ഇപ്പോൾ ആശ്രയിക്കുന്നത്, ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം കൂടെ ഒരു ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അതൊരു സ്പൈറൽ ബൈൻഡ് ചെയ്തിട്ട് സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഓരോ ദിവസവും ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ നോക്കിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇത്. അടുത്തത് നമ്മൾ NCERT പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ NCERTക്ക് വേണ്ടിയിട്ട് NCERT റീഫോക്കസ് എന്ന് പറയുന്ന ലക്ഷ്യയുടെ ബുക്കും, പിന്നെ ഇതുപോലെ ഗയ പബ്ലിക്കേഷൻ്റെ സാമ്പത്തിക ശാസ്ത്രം +1 ആ ഒരു ബുക്കും, പിന്നീട് ജോഗ്രഫിക്കും ഗയ പബ്ലിക്കേഷൻ്റെ ഒരു ബുക്കാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ എനിക്ക് ആ ബുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ PDF കിട്ടിയപ്പോൾ അത് പ്രിൻ്റ് എടുത്തു. കാരണം ഈ ഇക്കണോമിക്സും ജോഗ്രഫിയാണ് ഏറ്റവും കൂടുതൽ NCERTന്ന് ബേസ്ഡ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ അത് രണ്ടുമാണ് സെപ്പറേറ്റ് അങ്ങനെ എടുത്ത് വെച്ചത്. ബാക്കിയൊക്കെ ആ ബുക്ക് NCERT +1 +2 ഒക്കെ ഈ ലക്ഷ്യയുടെ ബുക്കിൽ നിന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. അടുത്തിപ്പോൾ 6 മുതൽ 10 വരെയുള്ള CBSE NCERT എന്നും വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് NCERT പാഠഭാഗങ്ങളിലൂടെ എന്ന് പറയുന്നത് ഈ ബുക്ക്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഷോപ്പിൽ കണ്ടപ്പോൾ മേടിച്ചതേ ഉള്ളൂ. പക്ഷേ ഇത് ഫുൾ നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഇത് ഫുൾ ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ ട്രാൻസ്ലേഷനാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാ ചാപ്റ്റേഴ്സും ഓരോ സബ്ജക്റ്റ് വൈസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ NCERT ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടില്ലെങ്കിൽ മലയാളത്തിൽ റെഫർ ചെയ്യാനായിട്ട് ഈ ബുക്ക് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. അല്ലാതെ വലിയ ഉപയോഗമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അടുത്തത് ഈ നമ്മുടെ ഫസ്റ്റ് ബെല്ലിൻ്റെ കുറച്ച് നോട്ട്സ് ഞാൻ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. SCയുടെ മുമ്പ് വാങ്ങിച്ചിട്ട് LD പഠിച്ചിരുന്ന സമയത്ത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേജസ് ഇതുപോലെ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് മെയിനായിട്ട് കേരള ഹിസ്റ്ററിയൊക്കെയാണ് അങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ലക്ഷ്യയുടെ തന്നെ SCERT ബുക്കുണ്ട്. അതുപോലെ തന്നെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പഠിച്ചത് എൻ്റെ അനിയനും അനിയത്തിയൊക്കെ പഠിച്ചത്. അപ്പോൾ അതെല്ലാം ഉണ്ട്. ഇതെല്ലാം ഒരുമിച്ച് നോക്കുമെന്ന് ചോദിച്ചാൽ അങ്ങനെ റെഫർ ചെയ്യാനുള്ള സമയമൊന്നും കിട്ടില്ല, എന്നാലും സമയത്തിനനുസരിച്ച്. അടുത്തത് ഇംഗ്ലീഷ് പഠിക്കാനാണ്. ഇംഗ്ലീഷ് പഠിക്കാൻ എൻ്റെ കയ്യിൽ ഇംഗ്ലീഷ് നോട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഈ ബുക്കാണ് ഇംഗ്ലീഷ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറഞ്ഞിട്ട്. ഈ പുസ്തകത്തിനെ കാട്ടിയും എനിക്ക് ഈ സിമ്പിൾ ഇംഗ്ലീഷിനെ കാട്ടി മറ്റേതാണ് ഉപയോഗമായിട്ട് തോന്നിയത്. കാരണം നമ്മൾക്കൊന്ന് റിവിഷൻ നടത്താനും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനും അത് ഉപയോഗിക്കാമല്ലോ. പിന്നെ ഇതുപോലെ ഈ സൈലത്തിൻ്റെ ഒരു ഇംഗ്ലീഷ് റാങ്ക് ഫയൽ ഉണ്ട്. അത് അനിയത്തിക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ്. പക്ഷേ അത് ഞാൻ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി അവളെ നിന്ന് നോക്കി വാങ്ങിച്ച് റെഫർ ചെയ്യാറുണ്ട്. അതുപോലെ അടുത്ത മലയാളത്തിനും ഈ LDC മലയാളം എന്ന് പറയുന്ന ഈ ബുക്കും ലാൽസ് അക്കാഡമിയുടെ ഈ ബുക്കും, ഇത് രണ്ടുമാണ് ഞാൻ നോക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സൈലത്തിൻ്റെ ആ റാങ്ക് ഫയൽ ഉണ്ടല്ലോ, അത് ഒരുമിച്ചുള്ള സെറ്റായിട്ടല്ലേ കിട്ടുന്നത്, അതുകൊണ്ട് പിന്നീട് ഞാൻ എഴുതിയിട്ടുള്ള നോട്ട്സും ഉണ്ട്. അപ്പം അങ്ങനെ മലയാളത്തിന് ഞാൻ കൂടുതൽ അങ്ങനെ ഫോഴ്സ് ചെയ്ത് പഠിക്കാറില്ല, ഒരുവിധം അറിയാവുന്നതുകൊണ്ട്. പിന്നെ ഇതും ഞാൻ LD സമയത്ത് എഴുതി വെച്ചിട്ടുള്ള നോട്ട്സാണ് മാത്സിന്. പിന്നെ വലിയ ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ഒബ്ജക്റ്റീവ് അരിത്തമാറ്റിക് എന്ന് പറയുന്ന ആ പുസ്തകവും റെഫർ ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ മാത്സിന് ഇഷ്ടംപോലെ നോട്ടുണ്ട് കേട്ടോ. LD സമയത്ത് ആ സമയം ഞാൻ മാത്സ് നല്ല വീക്ക് ആയതുകൊണ്ട് തന്നെ നിറയെ നോട്ട്സ് എഴുതി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗം വന്നിട്ടുണ്ട് ഇപ്പോൾ. കാരണം നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് റിവിഷൻ നടത്തിയാൽ മതിയല്ലോ. അങ്ങനെ അടുത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാനാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബെയർ ആക്ട് എന്ന് പറയുന്ന ബുക്ക് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് എക്സാമിന് വേണ്ടിയിട്ട് എന്തോ മേടിച്ചതാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഞാൻ നോക്കുന്നുണ്ട്. അതുകൂടാതെ എൻ്റെ ലക്ഷ്മികാന്തിൻ്റെ ബുക്കില്ല, പക്ഷേ ഞാൻ ആപ്പ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആപ്പിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ കോൺസ്റ്റിറ്റ്യൂഷൻ അതാണ് ഉപയോഗിക്കുന്നത്. അത് ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന ഈ ലളിതം പബ്ലിക്കേഷൻ്റെ ബുക്കും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പഠിക്കാനായിട്ട് ഇത് രണ്ടും സൂപ്പറാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ നോട്ട്സ്. ഞാനത് നോട്ട്സ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വയ്ക്കാറുണ്ട്. നോട്ട്സ് എഴുതുന്നതെന്നും എൻ്റെ ഒരു വീക്ക്നെസ്സാണ്, സമയം കൺസ്യൂമിങ് ആണെങ്കിലും. അടുത്ത ഹിസ്റ്ററിക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ചാനലുണ്ട് കേട്ടോ, KS ഇൻസൈറ്റ്സ് എന്ന് പറയുന്നത്. അത് ലേണേഴ്സോ അങ്ങനെ എന്തൊരു ചാനലാണ്. ആ ചാനലിൽ നന്നായിട്ട് ഇന്ത്യൻ ഹിസ്റ്ററി നന്നായിട്ട് ക്ലാസ് ഡീപ്പായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തുള്ള നോട്ട്സ് ഞാനിങ്ങനെ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ നോട്ട്സ് അവൈലബിൾ അല്ല, എന്നാലും ഉള്ളത് അത്രയും ഞാൻ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, വായിക്കാൻ കൊള്ളാം. പിന്നെ അതുപോലെ കഥ പോലെ വായിക്കാനായിട്ട് ആധുനിക ഉണ്ട്, ബിപിൻ ചന്ദ്രയുടെ ഉണ്ട്. പക്ഷേ എനിക്ക് സത്യം പറയട്ടെ, ഞാനത് വായിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക്
അത്ര രസമായിട്ട് തോന്നിയില്ല. നമുക്കങ്ങനെ പോയിൻറ്റ്സ് ഒന്നും കിട്ടില്ല. ഒരു അർത്ഥം മനസ്സിലാക്കാനും ഒരു കഥ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ജോഗ്രഫിക്ക് ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു ആപ്പ് ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ആ ആപ്പ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ അകത്തുള്ള നോട്ട്സൊക്കെ എഴുതി വെക്കുന്നുണ്ട്. പിന്നീട് ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യനും നോക്കും. എക്കണോമിക്സിനും എൻ്റെ നോട്ടുണ്ട്. ഞാൻ ആപ്പിൽ ഫോളോ ചെയ്തിട്ട് ആ നോട്ട് ഇങ്ങനെ എഴുതി വെക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ LD സമയത്തുള്ള എക്കണോമിക്സിൻ്റെ നോട്ടാണ്. അതും ഞാൻ ഇതിൻ്റെ കൂടെ നോക്കി റിവിഷനായിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ കറണ്ട് അഫയേഴ്സും കലാകായിക സംസ്കാരത്തിനും ഈ നോട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കറണ്ട് അഫയേഴ്സ് ഡെയിലി ഓരോന്നും എഴുതി വെക്കാറുണ്ട്. അതുപോലെ അതിൻ്റെ പുറകിൽ ഞാൻ സാംസ്കാരികത്തിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം അത് പുറകിൽ എഴുതി വെച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടത് ഓരോ ബുക്കിൽ നിന്ന് റാങ്ക് ഫയലിൽ നിന്നെല്ലാം നോക്കി എഴുതി പഠിക്കുകയാണ് പതിവ്. ഇതെല്ലാം ഞാൻ ഒരു ദിവസം കൊണ്ടൊന്നും പഠിക്കുന്നതോ ഒരാഴ്ച കൊണ്ട് പഠിക്കുന്നതെന്നല്ല, സമയം എടുത്ത് പഠിക്കുന്നതാണ്. അത് കറണ്ട് അഫയർ മാത്രം ഡെയിലി അപ്ഡേറ്റ് ചെയ്യും. പിന്നെ LD സമയത്ത് ഞാൻ എഴുതിയ കുറച്ച് നോട്ട്സ് ഉണ്ട്. പിന്നെ അതുപോലെ അവാർഡ്സ് എല്ലാം ഞാൻ ഈ ഒരു കുഞ്ഞു ബുക്കിൽ എഴുതിയിട്ട് എപ്പോഴെങ്കിലും കയ്യിൽ കൊണ്ട് റിവിഷൻ നടത്താനൊക്കെ ആയിട്ട് ഈ കുറച്ചായിട്ട് ഈ എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെ ഒരു ബുക്കിൽ എടുത്ത് ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതെങ്ങനെയാണ് ഞാൻ പഠിക്കുന്നത് എന്നത് വളരെ വ്യത്യാസമാണ്, ബാക്കിയുള്ളവരെ പോലെയല്ല. കാരണം കുഞ്ഞുള്ളത് കൊണ്ട് തന്നെ എനിക്ക് നല്ല സമയം എടുക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര പാടാണ്. അത് ഞാൻ പിന്നൊരു വീഡിയോയിൽ ചെയ്യാം. പിന്നെ ഇതെല്ലാം LD സമയത്ത് എഴുതി വെച്ചിട്ടുള്ള നോട്ടും ഒക്കെയാണ്. ഇതെല്ലാം ഞാൻ അന്ന് പഠിച്ചത് കൊണ്ട് തന്നെ എനിക്കിന്ന് കുറച്ചൊക്കെ ഉപയോഗപ്രദമാവുന്നുണ്ട്. നമുക്ക് എപ്പോഴെങ്കിലും ജസ്റ്റ് ഒന്ന് വായിക്കാനും റിവിഷൻ നടത്താനൊക്കെ ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നോട്ട് എഴുതുന്നത് ഒരിക്കലും മോശമായിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ പറയില്ല. കാരണം നോട്ട്സ് എഴുതിയത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഒരു ഐഡിയ ഉള്ളത്, എന്തൊക്കെ എൻ്റെ കയ്യിൽ മെറ്റീരിയൽസ് ഉണ്ട്, പിന്നെ അതുപോലെ എന്തൊക്കെ പഠിക്കുക എന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നോട്ട് എഴുതുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തർക്ക് ഓരോ രീതിയാണല്ലോ, ഇഷ്ടമുള്ള രീതി പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടാമെന്ന് കരുതുന്നു. ആക്ച്വലി ഞാൻ ഈ കഴിഞ്ഞ വീഡിയോ ഷൂട്ട് ചെയ്തതിൻ്റെ കൂടെ തന്നെ ഷൂട്ട് ചെയ്തതാണ്. പക്ഷേ എനിക്കതൊന്ന് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല. അതുപോലെ അതിന് വോയിസ് ഓവർ കൊടുക്കാനൊന്നും സമയം കിട്ടാത്തതുകൊണ്ടാണ് അത് അപ്ലോഡ് ചെയ്യാൻ താമസിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ ഉടനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, അങ്ങനെ പറ്റുന്നെങ്കിൽ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഗുഡ് ബൈ.